നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ആംബിഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന സമയത്ത് തോന്നാറുണ്ടോ, ഞാൻ ആംബിഷ്യസ് ആണ്, പക്ഷെ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ലേസിയുമാണ്. പക്ഷേ ലേസിയാണ് എന്ന് സമ്മതിക്കാൻ നമ്മൾ അധിക പേരും തയ്യാറായിരിക്കില്ല. നിങ്ങളുടെ മനസ്സിലൊരു കുന്നോളം ഐഡിയാസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് എല്ലാം ഒന്നിനൊന്നിനും മെച്ചവുമാണ്. അപ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാത്തൊരു സ്റ്റേറ്റിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുള്ളത്. എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ടാസ്ക് തരികയാണ്. ഒരു റൂം നിറയെ പുസ്തകങ്ങളുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് 500ഓളം വരുന്ന പുസ്തകങ്ങളൊക്കെ അടുക്കി പെറുക്കി കൃത്യമായിട്ട് വയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആദ്യം മനസ്സിൽ തോന്നുക? ഇല്ല, എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നൊക്കെയല്ലേ? എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും തോന്നുന്നത്. ഒരുപാട് ഐഡിയാസ് ഒന്നിച്ച് നമ്മുടെ ബ്രെയിനിന് ഒരിക്കലും ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളോടൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു 10ഓ 20ഓ ബുക്കുകൾ അടുക്കി പെറുക്കി വയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അത് കേട്ട ഉടനെ തന്നെ റെഡി ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനുള്ള കാര്യങ്ങളും നമ്മൾ സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നും രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ മടി വരുന്നവർക്ക് രാവിലെ എഴുന്നേറ്റ് ഞാനൊരു 5 പുഷപ്പ് മാത്രം ചെയ്യും എന്ന് വിചാരിച്ച് നോക്കൂ, കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയില്ലേ? ഇനി നിങ്ങളൊരു പഠിക്കാനിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് എന്നെക്കൊണ്ട് ഇത് പറ്റൂ എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്യാം. അതിനുശേഷം ഈ ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറിയിൽ നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ പോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഞാനിത് കോൺസെൻട്രേറ്റ് ചെയ്ത് 10 മിനിറ്റ് പഠിച്ചിട്ടുണ്ടെന്ന്. അത് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾക്കും കൊടുക്കുന്ന ഒരു റിവാർഡാണ്. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയെടുക്കാം. ഇന്ന് നാം കാണുന്ന മഹാന്മാരൊക്കെ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പുകൾ വളരെ ചെറുതും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളതും ഒന്നുമല്ലായിരുന്നു. 400ഓളം വീഡിയോകൾ ചെയ്തതിന് ശേഷം മാത്രമാണ് മിസ്റ്റർ ബീസ്റ്റിനെ ലോകം അറിഞ്ഞത്. അതുപോലെ നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ചെറുതായിട്ട് നടന്നു തുടങ്ങാം.